ഹലോ എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി ഇൻഡെക്സസ് അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ദാറ്റ് മീൻസ് ട്യൂസ്ഡേത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. സോ ലേൺ ചെയ്യുക, ഏൺ ചെയ്യുക, അതാണ് നമ്മുടെ സ്ട്രാറ്റജി. നമ്മുടെ ചാർട്ട് അനാലിസിസ് കിടക്കുന്ന മുന്നേ എല്ലാവരും ബിഗ് താങ്ക്സ് ടു ഓൾ. എൻ്റെ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കൂടി അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്തു, ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തു, നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എത്ര പെട്ടെന്ന് 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എന്തിനായി എന്ന് ചോദിച്ചാൽ ഇല്ലിയറ്റ് വേവ് ബേസിലാണ്. കാരണം വെച്ചാൽ ഇല്ലിയറ്റ് വേവ് ഈസ് എ ഗുഡ് തിയറി ടു എക്സ്പ്ലെയിൻ മാർക്കറ്റ്. ആക്ച്വലി ഇല്ലിയറ്റ് വേവ് ബേസിലാണ് മാർക്കറ്റ് മൂവ്സ് നടക്കാറുള്ളൂ. 1 2 3 4 5 ആൻഡ് ദെൻ ABC സ്ട്രക്ചർ. അതിലേക്ക് ശരിക്കും പ്രോപ്പർലി നമ്മൾ ഇതുവരെ അതിലേക്ക് കടന്നിട്ടില്ല. ആക്ച്വലി ഒരു പ്രോപ്പർ ഒരു ചാപ്റ്റർ 1 2 3 4 5 കടന്നിട്ടില്ല. നമ്മൾ ഇതുവരെ ആകെ ജസ്റ്റ് ഒന്ന് എല്ലിയറ്റ് വേവ് എന്താണ് അതിൻ്റെ ഒരു തിയറി മാത്രമേ ഞാൻ ആകെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ ഇൻ കുറച്ച് വീഡിയോസിൽ. ഓക്കെ, സോ ആ വീഡിയോസ് മസ്റ്റായിട്ട് എല്ലാവരും കാണണം. റെഗുലർ വ്യൂവേഴ്സ് ആൻഡ് ന്യൂ സബ്സ്ക്രൈബേഴ്സ് അവരെല്ലാവരും കൂടി മസ്റ്റായിട്ട് കാണണം. ഓക്കെ, കണ്ടാലേ ആക്ച്വലി അത് ക്ലിയർ ആവുള്ളൂ വാട്ട് ഈസ് ദ തിയറി ഓഫ് ഇല്ലിയറ്റ് വേവ്. ഓക്കെ, സോ എനിവേ അഗെയിൻ ഒരു ബിഗ് താങ്ക്സ് ടു ഓൾ. ഓക്കെ, നമ്മുടെ വേഗം ചാർട്ട് അനാലിസിസ് കിടക്കാം. ചാർട്ട് അനാലിസിസ് നമ്മുടെ എന്താ പറഞ്ഞായിരുന്നു, ഇതൊരു 333 കറക്ഷൻ പാറ്റേൺ ഓർ ഫോർത്തിൻ്റെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഫോം ആയിട്ടുണ്ട്. ആൻഡ് ദെൻ അതിൻ്റെ ഒരു ബ്രേക്ക് നമ്മൾ കാണുന്നുണ്ട്. ഡെറ്റ് മീൻസ് അപ്പ് മൂവ് നമ്മൾ കാണുന്നുണ്ട്. ഇനി ഗ്യാപ്പ് അപ്പ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്തായിരുന്നു. പ്രോപ്പർലി ഗ്യാപ്പ് അപ്പ് ആണ്. 1 hour ടൈം ഫ്രെയിമിൽ നമ്മൾ ബുള്ളിഷാണ് ആൻഡ് സ്മോൾ ടൈം ഫ്രെയിമിൽ ബുള്ളിഷാണ്. ഓക്കെ, അതാണ് നമ്മുടെ ഡിസ്കഷനിലുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോ. ദാറ്റ് മീൻസ് ഇന്നലത്തെ വീഡിയോ. അത് കണ്ടില്ലെങ്കിൽ സൺഡേത്തെ വീഡിയോ എല്ലാവരും കൂടി കാണണം പ്ലീസ്. അത് ആക്ച്വലി കാണുവാണെങ്കിൽ അപ്പോഴേ നമുക്ക് ശരിക്കും മൂവ്സ് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. വാട്ട് ഈസ് ഇല്ലിയറ്റ് വേവിൻ്റെ 1 2 3 4 5 കൗണ്ടിങ് എങ്ങനെയാണ്. ഓക്കെ, സോ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഇനി നെക്സ്റ്റ് ഡിസ്കഷനിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ഇത് ഫുൾ 1, ഇത് 2 ആൻഡ് തേർഡിൻ്റെ ആണ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, തേർഡിൻ്റെ ആണ് ഇപ്പോൾ മുകളിലേക്ക് നമ്മുടെ പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബ്ലാക്ക് ട്രെൻഡ് ലൈൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ കൗണ്ട്സിൽ നമ്മൾ നോക്കുവാണെങ്കിൽ പ്രോപ്പർലി ഇതാണ് ലിറ്റ് വേവ് നമ്മൾ എടുത്തു. ഞാൻ കൗണ്ട് ചെയ്യുന്നത് ഇത് 0 ഫ്രം 1, ഇത് 2, ഇത് ഓൺ ഗോയിങ് 3 ആണ്, ദെൻ പിന്നെ 4 ആൻഡ് ദെൻ 15 കംപ്ലീറ്റ്. ഇപ്പോൾ തേർഡ് വേവ് ഓൺ ഗോയിങ് ആണ്. ഓക്കെ, തേർഡ് വേവ് ഓൺ ഗോയിങ് ആണ്. നമുക്ക് അതാണ് ഇപ്പോൾ നോക്കാറുള്ളത്. തേർഡ് വേവ് ഓൺ ഗോയിങ് ആണ്. തേർഡ് വേവിൻ്റെ ടാർഗറ്റ്സ് എങ്ങനെയാണ് നമ്മൾ നോക്കാറുള്ളൂ. 1 2 and 3 ടാർഗറ്റ്സ് എങ്ങനെ നോക്കുക. എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി. ന്യൂ സബ്സ്ക്രൈബേഴ്സ് അവർക്ക് ചിലപ്പോൾ പിടികിട്ടത്തില്ല. സോ ഞാൻ നമ്മുടെ ഇല്ലിയറ്റ് വേവിൻ്റെ 1 2 3 വീഡിയോസ് ഞാൻ പിൻ ചെയ്തേക്കാം. എൻ്റെ കമൻറ്റ് സെക്ഷൻ ബോക്സിൽ ഞാൻ പിൻ ചെയ്തേക്കാം. അത് മസ്റ്റായിട്ട് കാണുന്നത്. എങ്ങനെയാണ് നമ്മൾ 1 2 3 കൗണ്ട് ചെയ്യുന്നത് ആൻഡ് എങ്ങനെയാണ് അതിൻ്റെ നമ്മുടെ ഫിബൊനാച്ചി യൂസ് ചെയ്യുന്നത്. ഫിബൊനാച്ചി എപ്പോഴും യൂസ് ചെയ്യും ആൻഡ് എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി 1 2 and 3 നമ്മൾ തേർഡിൽ മാത്രമേ എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി യൂസ് ചെയ്യുള്ളൂ. തേർഡ് വേവിൽ മാത്രം എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി യൂസ് ചെയ്യുള്ളൂ. സോ ഇതാണ് നമ്മുടെ ബോട്ടം ആൻഡ് വേവ് 1 വേവ് 2 വരെ എങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ തേർഡ് വേവിൻ്റെ നമുക്ക് ടാർഗറ്റ്സ് നമുക്ക് കിട്ടും. ടാർഗറ്റ്സ് ഏതൊക്കെയാണ്? തേർഡ് വേവ് 127.20% ആൻഡ് 161.80% ആണ് തേർഡ് വേവിൻ്റെ ടാർഗറ്റ്സ് യൂഷ്വലി. മിനിമം ടാർഗറ്റാണ് അതിൻ്റെ 81.20% ആയിരുന്നു. അത് കംപ്ലീറ്റഡ് ആണ്. 100% നോർമൽ ടാർഗറ്റാണ്. ആൻഡ് ആവറേജ് ടാർഗറ്റ്സ് ആണ് 127%, 161.7 ആൻഡ് ഇൻ ഒത്തിരി ബുള്ളിഷ് ആണെങ്കിൽ ദാറ്റ് മീൻസ് തേർഡ് വേവ് എക്സ്റ്റൻഷനിലാണെങ്കിൽ അത് 200% ആണ്. അതിന് അബവ് പോകാനുള്ള 261.80% വരെ പോകാനുള്ള ചാൻസസ് ഉണ്ടാകും ഇൻ തേർഡ് വേവ്. അതെങ്ങനെ പോകും? തേർഡ് വേവിൻ്റെ റൂൾസ് ന്യൂ സബ്സ്ക്രൈബേഴ്സ് അവർക്ക് അറിയത്തില്ലായിരിക്കും. സോ തേർഡ് വേവിൻ്റെ റൂൾസ് എന്താണ് നമ്മുടെ ഇൻ ഷോർട്ട് ഞാൻ വേഗം പെട്ടെന്ന് നമുക്ക് ക്ലിയർ ചെയ്യാം. തേർഡ് വേവ് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് വേവിൽ എപ്പോഴും ഗ്യാപ്പ് ജെന്വൻ ആണ്. മസ്റ്റാണ്, ഗ്യാപ്പ് എന്തായാലും വരും. ഓക്കെ, മസ്റ്റായിട്ട് ഗ്യാപ്പ് അപ്പ് വരും. അതാണ് ഞാൻ സൺഡേ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു. ഗ്യാപ്പ് അപ്പ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നു. ഗ്യാപ്പ് വരണം. കാരണം എന്ന് വെച്ചാൽ തേർഡ് വേവ് ആണ്, സ്മോൾ ടൈം ഫ്രെയിമിൽ തേർഡ് വേവ് ആണ്. അതാണ് ആ ഒരു ഗ്യാപ്പ് അപ്പ് ഞാൻ എക്സ്പെക്ട് ചെയ്തു. ഗ്യാപ്പ് വന്നു. സോ ആ ഗ്യാപ്പ് എന്തായിരിക്കും? സപ്പോർട്ടായിരിക്കും. ഈ ഗ്യാപ്പ് എപ്പോഴും സപ്പോർട്ടായിട്ട് മാറും. സോ നാളത്തേക്ക് നമുക്ക് ഇത് ഇല്ലിയറ്റ് വേവിൻ്റെ റൂളാണ്. ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ പാടില്ല. മാർക്കറ്റ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഇതാണ്, സപ്പോർട്ട് വരുന്നത് ഇത്. സോ മാർക്കറ്റ് മോസ്റ്റ്ലി ചാൻസസ് നാളെ ഈ ഗ്യാപ്പ് ഫിൽ ചെയ്തില്ലെങ്കിൽ
ഇവിടെ നിന്ന് തന്നെ റിവേഴ്സൽ ആവും. തേർഡ് വേവ് ആണെങ്കിൽ എപ്പോഴും അങ്ങനെ ചാൻസസ് ഉണ്ട്. തേർഡ് വേവ് സ്റ്റിൽ ഇനി മുകളിലേക്ക് എക്സ്റ്റെൻഡിലേക്ക് കൊണ്ടുപോകാനാണെങ്കിൽ അവർക്ക് ഈ ഗ്യാപ്പ് അവർ ഫില്ല് ചെയ്യില്ല. മനസ്സിലായോ? ഈ ഒരു ഫുൾ ഗ്യാപ്പ് ഫിൽ ചെയ്തില്ല. ഇതിൻ്റെ ബിലോ 25,000, ഇതിൻ്റെ ബിലോ, ഈ ഗ്യാപ്പിൻ്റെ ബിലോ 25,000 ബിലോ പ്രൈസ് പോയാൽ ദാറ്റ് മീൻസ് തേർഡ് വേവ് തീർന്നു, ഫോർത്തിൻ്റെ ഫോൾ ഓൺ ഗോയിങ് ആണ്. അപ്പോൾ ഇത് വിചാരിക്കുന്നു. സോ 25,000 ബിഗ് നമ്പറാണ് നാളത്തേക്ക്. ഓക്കെ, സ്മോൾ ടൈം ഫ്രെയിമിൽ. ഓക്കെ, സോ സപ്പോർട്ട് എടുത്തിട്ട് താഴെ മുകളിലേക്ക് തന്നെയാണ് ചാൻസസ് കൂടുതൽ. 25,000 ഈ ഗ്യാപ്പ് ഫെയിൽ ആയാൽ, ദാറ്റ് മീൻസ് ബ്രേക്ക് ആയാൽ 25,000 ഫെയിൽ ആയാൽ പിന്നെ താഴേക്ക് വീണ്ടും ഇവിടെ വരെ ചാൻസസ് ഉണ്ടാവും. ഫസ്റ്റ് വേവിൻ്റെ ടോപ്പ് സപ്പോർട്ടായിരിക്കും. ബാക്കി സപ്പോർട്ട് വെറുതെയാണ്, നമ്മൾ ആയിരിക്കും, ഇല്ലയെന്നല്ല, ജസ്റ്റ് സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസസ് ഉണ്ടാവും. ബട്ട് മേജർ സപ്പോർട്ട്സ് ആണ് നമ്മുടെ ഇല്ലിയറ്റ് വേവിൻ്റെ, ഇതാണ് മേജർ സപ്പോർട്ട്സ്. ഓക്കെ, സോ ഇനി നമുക്ക് സ്മോൾ ടൈം ഫ്രെയിമിലാണ്, 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ്. 5 മിനിറ്റ്സ് ടൈം ഫ്രെയിം റെസിസ്റ്റൻസ് നിയറസ്റ്റ് ഇതാണ്. ഓക്കെ, ആൻഡ് നിയറസ്റ്റ് സപ്പോർട്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ ലോ. ഓക്കെ, ഇന്നത്തെ ലോ നിയറസ്റ്റ് സപ്പോർട്ടായിട്ട് മാറി. ഓക്കെ, സോ ഇതിൻ്റെ ബിലോ പ്രൈസ് പോവുകയാണെങ്കിൽ ഇത് ഫുൾ സപ്പോർട്ട് ഏരിയ സോണാണ്. സോ പ്രൈസ് ലൂൽച്ചൊല്ലി ഇവിടെ വന്നിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ വീണ്ടും മുകളിലേക്ക് പോകും. അപ്പോൾ ഇനി നമുക്ക് എന്താ ഇന്ന് ആക്ച്വലി ഫുൾ സൈഡ് വേസ് ആയിരുന്നു മാർക്കറ്റ്. ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റും ചെയ്തായിരുന്നു കേട്ടോ. നമ്മുടെ ലൈവ് മാർക്കറ്റിൽ നമ്മുടെ ഈ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ്സ് ആക്റ്റീവ് ആണ്. ഞാൻ റെഗുലറി ആക്റ്റീവ് ആവാറുണ്ട്, റെഗുലർ വ്യൂവേഴ്സ് വേറെ കാര്യം. സോ ഞാൻ ആക്റ്റീവ് ആയിരുന്നു. ഞാൻ അത് രാവിലെ മോർണിംഗ് തന്നെ ഐ തിങ്ക് ഒരു 10-10:30 ആകുമ്പോഴത്തേക്ക് ഞാൻ കമൻറ്റ് സെക്ഷൻ കമൻറ്റ് ചെയ്തു. ഇന്ന് മാർക്കറ്റ് സൈഡ് വേസ് ആണ്, ഇപ്പോൾ ഇനി നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. സൈഡ് വേസ് ആണെങ്കിൽ ഞാൻ സൈഡ് വേസ് പറയുള്ളൂ. മീൻസ് എനിക്ക് എന്താ തോന്നി ഞാനത് ജസ്റ്റ് ഇന്ന് എൻ്റെ വ്യൂ ജസ്റ്റ് ഷെയർ ചെയ്യാറുള്ളൂ. സോ ഇന്ന് സൈഡ് വേസ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ റെസിസ്റ്റൻസ് ഇതായിരുന്നു, ഫോൾ വന്നു എ, ബി മുകളിലേക്ക്, C താഴേക്ക്. ഇത് C ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ABC സ്ട്രക്ചർ ന്യൂ സബ്സ്ക്രൈബേഴ്സ് വീഡിയോ മസ്റ്റായിട്ട് കാണണം. കറക്ഷൻ ആകുമ്പോഴത്തേക്ക് ABC സ്ട്രക്ചർ മാർക്കറ്റ് ഫോളോ ചെയ്യുള്ളൂ. ഓക്കെ, സോ ഞാൻ ABC ആണ് ഞാൻ ഇത് എന്ന് നോക്കിയായിരുന്നു. ഇത് ABC ആയിട്ടാണ് ഈ സ്ട്രക്ചർ എനിക്ക് മനസ്സിലാക്കി എടുത്തത്. ഞാൻ ഇത് A, ഇത് B, C ഓൺ ഗോയിങ് ആണ്. സിയിൽ എത്ര മൂവ്സ് ഉണ്ടാവും? 5 മൂവ്സ് ഉണ്ടാകും. ആൻഡ് എന്തായിരിക്കും? ചാനലിലായിരിക്കും C. ന്യൂ സബ്സ്ക്രൈബേഴ്സ് അവർക്ക് ഒത്തിരി എനിക്കറിയാം ബുദ്ധിമുട്ടുണ്ടാകും, എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ചിലപ്പോൾ അവരൊക്കെ വിചാരിക്കും. ബട്ട് ഇതാണ് ഇല്ലിറ്റ് വേവ് ആൻഡ് ഇല്ലിറ്റ് വേവിൻ്റെ ലോജിക് ആൻഡ് റൂൾസ് ആണ് ഇതൊക്കെ എല്ലാം. ഇത് കണ്ടോ പ്രോപ്പർലി ചാനലാണ്. അത് ഇല്ലിറ്റ് വേവ് റൂളാണ്. തേർഡ് വേവ് ഓർ C വേവ് ചാനലിലായിരിക്കും. ചാനലിലാണല്ലോ. ഇനി എന്താണ് നെക്സ്റ്റ് ഞാൻ എന്താ കാണുന്നത്? ഇപ്പോൾ നമ്മൾ ഇത് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ സിയുടെ മൂവ്സ് എത്ര ഉണ്ടാവും? 1, 2, 3, 4, 5. ദാറ്റ് മീൻസ് 5 മൂവ് ഉണ്ടാവണം. ഓക്കെ, ഇനി ചാൻസസ് ഉണ്ട് നാളെ ഒരു പ്രൈസ് ഒന്നുകൂടി താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാവും. ഓക്കെ, മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് പ്രൈസ് ഒന്നുകൂടി താഴേക്ക് വരും. ഓക്കെ, സോ തേർഡിൻ്റെ സിയുടെ ടാർഗറ്റ്സ് നമ്മൾ എങ്ങനെയാണ് എടുക്കാറുള്ളത്? C ഓർ തേർഡ് വേവിൻ്റെ 1, 0, 3 ഇങ്ങനെയാണ് നമ്മൾ ഇരിക്കുന്നത്. എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി എടുക്കുക. ഇതാണ് ഫ്രോം ഇതിൻ്റെ ലോ ആൻഡ് ഇങ്ങനെ. സോ അതിന് നോക്കുകയാണെങ്കിൽ എങ്ങനെ വരുന്നത്? 81.20%, 100%, 120. സിയുടെ ഒരു റൂളാണ് 161.80% വരെ മാത്രമേ പോകുള്ളൂ. C ഇൻ കേസ് പോയാൽ, ഓക്കെ, ഇൻ കേസ് പോയാൽ ഇതിൻ്റെ ബിലോ പോകാൻ പാടില്ല. ശരിക്കും അത്ര വരെ പോകാറുള്ളൂ. ഓക്കെ, 25,000, 30. അത് ഇതൊരു സപ്പോർട്ടായിട്ട് ഇതുകൂടി മാർക്ക് ചെയ്ത് വെക്കണം. പിന്നെ എന്താ റൂള്? ഈ വേവിയുടെ ഹൈ വരുന്നുണ്ട്, ഇതും വരുന്നുണ്ട്. ഓക്കെ, ഇവിടുത്തെ ഹൈ വരുന്നുണ്ട്, ഇതും ഈ രണ്ടും കൂടി സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ വേറെ എന്താ ഒരു റൂളാണുള്ളത്? ഇവിടെ പ്രൈസ് 5th വേവ് ഇൻ കേസ് താഴെ വന്നാൽ അവിടെ എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഫോം ചെയ്യണം. സോ എൻഡിങ് ഡയഗണൽ പാറ്റേൺ എപ്പോഴാണ് ഫോം ചെയ്യുക? ഇപ്പോൾ 5 മിനിറ്റ്സിലാണ് നമ്മുടെ കൗണ്ടിങ്. 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ വരികയാണെങ്കിൽ ഇവിടെ എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഫോം ചെയ്യും, എന്നിട്ടേ നമുക്ക് റിവേഴ്സൽ പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അത് റൂളാണ്, മാർക്കറ്റിൻ്റെ റൂളാണ്. മസ്റ്റായിട്ട് ABC കറക്ഷൻ വീഡിയോ ഞാൻ പിൻ ചെയ്തേക്കാം, അതുകൂടി കാണണം. ആ റൂൾസ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ പിന്നെ ബുള്ളിഷ് ആവണമെന്ന് എപ്പോഴാണ്? ബുള്ളിഷ് ആവുന്നത് പ്രൈസ് ഇതിൻ്റെ അബവ്, ഈ ഒരു ഹൈഡ് ആവും 25,120 ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ മാത്രമേ ബുള്ളിഷിലേക്ക് നമ്മൾ ഇരിക്കുകയുള്ളൂ. ഇൻ കേസ് ഗ്യാപ്പ് അപ്പർ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഞാൻ ബുൾ സൈഡ് പ്ലേ ചെയ്യില്ല മോർണിംഗിൽ. എന്ന് വെച്ചാൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഫസ്റ്റ്
ഡൗൺ ആണ്. ഡൗൺ ഈവൻ ഇവിടെ വരെയും വരണം 25,070 വരെ. ഇവിടെ വരെ വന്നാൽ 100% ഈ ഒരു ഏരിയ വരുന്നുണ്ട് മിനിമം ടാർഗറ്റ്. ദാറ്റ് മീൻസ് കാരണം റീസൺ എന്താണ് ഒന്നുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. റീസൺ ഉണ്ട്, സിയുടെ അകത്ത് 5 മൂവ്സ് ഉണ്ടാവണം. ഓക്കെ, സിയുടെ അകത്ത് 5 മൂവ്സ് ഉണ്ടാവണം. ഞാനിപ്പോൾ കൗണ്ട് ചെയ്യുന്ന ഇത് എങ്ങനെ, ഇത് ഫുൾ 1 ആയി, സെക്കൻഡ് ബൗൺസായി, തേർഡ് ഇവിടെയാണ് തീർന്നു, ഫോർത്ത് ഓൺ ഗോയിങ് ഇതാണ്, ആൻഡ് ഫിഫ്ത്ത് ഒന്നുകൂടി വരണം. അപ്പോഴല്ലേ ഇലൈറ്റ് വേവിന് 5 മൂവ്സ് ആവുള്ളൂ. ഓക്കെ, ഒന്നുകൂടി താഴെ വരണം, ഇല്ലെങ്കിൽ ഇവിടെ വരണം, ഇവിടെ ഈ ഏരിയയിൽ എവിടെയെങ്കിലും വരണം. സോ 5 മൂവ് കംപ്ലീറ്റ് ആയി. പിന്നെ റിവേഴ്സൽ എടുത്തിട്ട് പിന്നെ എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ചെയ്യാനുള്ള ഒരു റൂളാണ്. അത് 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ, അത് ഇവിടെ ഫോം ചെയ്യുന്നുണ്ടോ താഴെ ഫോം ചെയ്യണേ, അതാണ് പിന്നെ നമുക്ക് നോക്കാനുള്ളത്. സോ പ്രൈസ് താഴെ വന്നിട്ട് ഫസ്റ്റ് എൻഡിങ് ഡയൽ പാറ്റേൺ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഫോം ചെയ്യണം. പിന്നെ റിവേഴ്സൽ കാണിക്കുകയാണെങ്കിൽ, പിന്നെ എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഫർദർ അപ്സൈഡ് മൂവ് നമുക്ക് പ്ലേ ചെയ്യാം. ഓക്കെ, ഈസിലി നമുക്ക് പ്ലേ ചെയ്യാം അപ്സൈഡ് മൂവ്. ഓക്കെ, സോ ഇത്ര ഉള്ളൂ ഇതിനകത്ത്. നിങ്ങൾ എക്സ്പ്ലനേഷൻ ഇനി പ്രത്യേകിച്ച് ഇതിനകത്ത് പറയാനൊന്നുമില്ല. ട്രെൻഡ് ചേഞ്ച് ആവുന്നത് എപ്പോഴാണ് 25,140 ആവും. ഓക്കെ, ട്രെൻഡ് ചേഞ്ച് ആവുന്നത് ഫർദർ അപ്സൈഡ്. പിന്നെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് 25,200 ആൻഡ് ഫർദർ 300. ഇത് ബാക്കിയെല്ലാം ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. 200 കൂടി വെക്കണം. 270 ഉണ്ട് ഇതിൻ്റെ അബവ്. ഓക്കെ, അതിൻ്റെ അബവ് 270 ഉണ്ട്. അത് നമ്മൾ നേരത്തെ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതൊക്കെ ലെവൽസാണ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തായിരുന്നു. ബട്ട് ഫസ്റ്റ് നമുക്ക് താഴെ വന്നിട്ടേ ബാക്കി മുകളിലേക്ക് ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, ഫസ്റ്റ് താഴെ വരണം. ഇവിടെ വരെ വന്നാലും കുഴപ്പമൊന്നുമില്ല. കാരണം വെച്ചാൽ സ്മോൾ ടൈം ഫ്രെയിമിൽ ഒരു ഡിപ്പ് കാണുന്നുണ്ട് സ്മോൾ ടൈം ഫ്രെയിമിൽ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫർദർ ബുളിഷ്നെസ് നോക്കാം. ട്രെൻഡിങ് ലൈൻ യെസ് ഇത്. പിന്നെ അല്ലെങ്കിൽ ഇൻ കേസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്, 25,140 അബവ് പ്രൈസ് സസ്റ്റെയിൻ ആയ 5 മിനിറ്റ്സ് മിനിമം സസ്റ്റെയിനിൽ മാത്രമേ ഞാൻ മുകളിലേക്ക് നോക്കുകയുള്ളൂ. ഡയറക്റ്റ്ലി ഇവിടെ നിന്ന് ചാടാൻ ഞാനില്ല. ഒരു പ്രൈസ് താഴേക്ക് വന്നിട്ട് മുകളിലേക്ക് പോവുകയാണെങ്കിൽ വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ കൗണ്ടിങ് നമ്മുടെ കംപ്ലീറ്റ് ആയി. അത് കൗണ്ടിങ്സിൻ്റെ റൂളാണ്, അതുകൊണ്ടാണ് അങ്ങനെ. ഓക്കെ, ഇത്രയുള്ളൂ. ഇനി ഇത്ര ലോങ് വീഡിയോ ആയിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ബെനിഫിറ്റ് നോക്കാം. പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. പിന്നെ യെസ്, ബെൽ ഐക്കൺ മസ്റ്റാണ്. ബെൽ ഐക്കൺ എല്ലാവരും കൂടി ബെൽ ഐക്കൺ എന്തായാലും പ്രസ് ചെയ്യണം കേട്ടോ. ബെൽ ഐക്കൺ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ എന്താ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. സോ നെക്സ്റ്റ് ഇനി ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ഇതായിരുന്നു. ഇതിൻ്റെ അബവ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആക്കി ബാങ്ക് നിഫ്റ്റി നമ്മുടെ ഓവറോൾ സ്ട്രക്ചർ. ബാങ്ക് നിഫ്റ്റിയിൽ ഇവരൊന്നും തരത്തില്ല, ഈസിലി തരത്തില്ല. സ്ട്രക്ചർ ബുള്ളിഷാണ്, ബട്ട് ഈസിലി ഒന്നും തരാൻ പോകില്ല. റീസൺ, ബാങ്ക് നിഫ്റ്റി ഇൻ കേസ് നിങ്ങൾക്ക് പ്ലേ ചെയ്യാനാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഇത് കണ്ട, വീണ്ടും ഇതിൻ്റെ പ്രൈസ് 1 A B and C സ്ട്രക്ചറിലാണ് ബാങ്ക് നിഫ്റ്റി. ഇൻ കേസ് പ്ലേ ചെയ്യാനാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഈ ട്രെൻഡ് ലൈൻ്റെ അബവ് മാത്രമേ ട്രേഡ് എടുത്താൽ മതി. അതിൻ്റെ സ്ട്രക്ചർ തന്നെ നിയറസ്റ്റ് സപ്പോർട്ട് വരുന്നത് ഇത് തന്നെയാണ്. ഓക്കെ, നിയറസ്റ്റ് സപ്പോർട്ട് വരുന്നത് ഇത് തന്നെ. പിന്നെ ഇൻ കേസ് അതുകൂടി ബ്രേക്ക് ആയാൽ ഇവിടെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്യുമെന്ന് കൂടി നോക്കാം. ഇവിടുന്ന് ഇതിങ്ങനെ. ഓക്കെ, ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്യുന്നതാണ്. ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്യുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ സപ്പോർട്ട് വീണ്ടും ബ്രേക്ക് ഔട്ട് തരാനുള്ള ചാൻസസ് ഉണ്ടാവും. ഇൻ കേസ് ഇത് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ഇത് ഫർദർ ഡൗൺ സൈഡ് ഇവിടെ വരെ ഓപ്പൺ ആയിരിക്കും, താഴെ വരെ ഓപ്പൺ ആയിരിക്കും. ഓക്കെ, നോക്കിയിട്ട് വേണം ബാങ്ക് നിഫ്റ്റി ട്രേഡ്. കാരണം വെച്ചാൽ ഇതിൻ്റെ സ്ട്രക്ചർ അല്ലാത്തൊരു സ്ട്രക്ചറായി കിടക്കണേ. കൂടുതൽ ഈ സ്മോൾ ടൈം ഫ്രെയിമിൽ ഇതിനകത്തൊന്നും കിട്ടത്തില്ല, മനസ്സിലായോ? സ്മോൾ ടൈം ഫ്രെയിമിൽ ഇതിനകത്ത് ഈസിലി ഒന്നും കിട്ടത്തില്ല. ഇനി നമുക്ക് വേഗം സെൻസെക്സിലേക്ക് കിടക്കാം. സെൻസെക്സ് എക്സാക്ട്ലി ഈ ട്രയാങ്കിളുടെ ബ്രേക്ക് ഔട്ടായി. ഓൾറെഡി പ്രൈസ് അതിൻ്റെ അബവാണ് കിടക്കുന്നത്. ഓക്കെ, സ്ട്രക്ചർ അതുപോലെ തന്നെയാണ് സെൻസെക്സിന്. നാളെ എക്സ്പയറി ആണ് ഇതിൻ്റെ. 1 2 3 തേർഡ് വേവ് ഓൺ ഗോയിങ് ആണ് ഇതിൻ്റെ. ഓക്കെ, ഇത് ഞാനിപ്പോൾ ഈ ട്രെൻഡ് ലൈൻ ഡിലീറ്റ് ചെയ്യുന്നു. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഇതും ഒരു ടൈപ്പ് ഓഫ് ട്രയാങ്കിളാണ്. ഉണ്ടോ, ഇത് ഇവിടെ ട്രയാങ്കിൾ ആൻഡ് ദെൻ അവിടെ നിന്ന് ഒരു വീനു ട്രയാങ്കിൾ. സോ ഐ തിങ്ക് ഇത് 4th വേവിലാണ്. എക്സാക്ട്ലി 4th വേവിലാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ 1 2 3 ഫുൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് ആൻഡ് 4th ഓൺ ഗോയിങ് ആണ്. ഓക്കെ, സോ ഇതിൻ്റെ ടാർഗറ്റ്സ് നമ്മൾ നോക്കാനാണെങ്കിൽ എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി വെച്ചിട്ട് നമ്മൾ എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി വെക്കുക. നിഫ്റ്റിയുടെ പോലെ തന്നെ ഇതിൻ്റെ കൗണ്ടിങ് ഓൾമോസ്റ്റ് നിഫ്റ്റിയുടെ പോലെ തന്നെ ആയിരിക്കും. മോസ്റ്റ്ലി അങ്ങനെയാണ് കേട്ടോ. എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി ഇത് മീൻസ് ഞാൻ കാണിച്ചു തരാത്ത ഇവിടുന്ന് 1 2 3 ഓൺ ഗോയിങ് ആണ്. അങ്ങനെയാണ് ഞാൻ ഇത് കൗണ്ട് ചെയ്യുന്നത്. ഇത് 1, ഇത് ഇവിടുന്ന് 2 and 3. 1 സെക്കൻഡ്, ഇത് കറക്റ്റായിട്ടില്ല ഇവിടുത്തെ.
യെസ് ഓക്കെ. സോ 100%ലാണ് സ്റ്റക്കായി കിടക്കുന്നത്. സോ 127% ഇവിടെ കിടക്കുന്നത്, 127%, 141.20 ആൻഡ് 161.80%. ഈ നമ്പർ കണ്ടു കഴിഞ്ഞാൽ 161.80% കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മാറേണ്ടതാണ് കേട്ടോ, എപ്പോഴും മാറേണ്ടതാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അഭാവം നമ്മൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് സ്കാൽപ്പിംഗ് മാത്രമേ. കാരണം വെച്ചാൽ അതിൻ്റെ റൂൾ അങ്ങനെയാണ് ലെറ്റ് വേവ്. ഓക്കെ, ഇതിനകത്ത് വേറെ നമുക്കൊന്നും പറയാനൊന്നും ഇല്ലല്ലോ, വേറെ ഇതിനകത്തൊന്നും കാണുന്നില്ല. ഓക്കെ, സപ്പോർട്ട് ഇതിനകത്തും അങ്ങനെ തന്നെയാണ്. ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ പാടില്ല കേട്ടോ. അത് നമ്മുടെ ഇതിൻ്റെ റൂളാണ് ലെറ്റ് വേവിൻ്റെ. ഓക്കെ, നിയറസ്റ്റ് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ റെസിസ്റ്റൻസിൽ നിൽക്കത്തില്ല, പിന്നെ എന്തായാലും മാർക്ക് ചെയ്യണം. ഈ റെസിസ്റ്റൻസ് പിന്നെ നിൽക്കത്തില്ല, പിന്നെ ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് തന്നെ പോകുള്ളൂ. പിന്നെ നെക്സ്റ്റ് നമ്മുടെ ടാർഗറ്റ്സ് ഇവിടെയൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ടാവും. എപ്പോഴും ചെറിയ എസിൽ വെച്ചിട്ട് വേണം പ്ലേ ചെയ്യാൻ. എപ്പോഴും എലിറ്റ് വേവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എലിറ്റ് വേവിൽ ശരിക്കും നമുക്ക് കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ചെറിയ എസിൽ വെച്ചിട്ട് വേണം നമുക്ക് എപ്പോഴും പ്ലേ ചെയ്യാൻ. അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാനുള്ള ആവശ്യമൊന്നും ഇല്ല. ഹോൾഡ് ചെയ്താൽ അതായത് ശരിക്കും റിസ്ക്കിയാണ്. സോ എലിറ്റ് വേവ് നമുക്ക് പറഞ്ഞു തരുന്നത് വെച്ചാൽ ചെറിയ എസിൽ വെച്ചിട്ട് നമുക്ക് പ്ലേ ചെയ്യാം. അത് ഈസിലി നമുക്ക് ഈ അപ്കമിങ് ടൈമിൽ സ്ലോ ഇതൊക്കെ മനസ്സിലാവും, ഈസിലി അതൊക്കെ മനസ്സിലാവും കേട്ടോ. ഇനി നമുക്ക് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ് ഓൺ ദ ടോപ്പാണ്. എനിക്കൊന്നും പറയാനില്ല. നിഫ്റ്റി മിഡ് ക്യാപ് ഞാൻ പേടിച്ചിരിക്കുന്നതാണെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഹൈ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു എൻഡിങ് നല്ല പാറ്റേൺ ഫോം ചെയ്യാനുള്ള ഒരു അതിലാണ് കേട്ടോ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട്. സോ ഇതൊരു റിസ്കി ആയി പോകും കണ്ടോ. 1, 2, 3, 4 ഒന്നുകൂടി ചിലപ്പോൾ ഹൈ പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. ബട്ട് ഇതിനകത്ത് ഒന്നും ട്രൈ ചെയ്യണ്ട, അതാണ് എൻ്റെ ഒരു സജഷൻ. എന്നെ കണ്ടോ എൻഡിങ് ആയ പാറ്റേൺ ഫോം ചെയ്യാനുള്ള ഒരു അതിൽ നിൽക്കുന്നതാണ്. ഇപ്പോൾ ആയിട്ടില്ല, ഫോം ചെയ്യാനുള്ള ചാൻസസ് കാണുന്നുണ്ട് കണ്ടോ. മേ ബി 1, 2, 3, 4, 5 മുകളിലേക്ക് പോയിട്ട് വീണ്ടും പിന്നെ താഴേക്ക് ബ്രേക്ക് ഡൗൺ തരുവാണെങ്കിൽ ഗുഡ്. ഓക്കെ, ഇതിൻ്റെ അകത്താണെങ്കിൽ ഒന്നും ചെയ്യണ്ട. സോ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നമുക്ക് നാളത്തെ വീഡിയോയിൽ വീണ്ടും കുറച്ചുകൂടി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.